ലൈപ്പോസക്ഷൻ വളരെ സാധാരണമായി ചെയ്തു വരുന്ന ഒരു സർജിക്കൽ പ്രക്രിയയാണ്. മെയിൻലി സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു വരുന്നത്. ഇന്ന് നമ്മൾക്ക് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഞാൻ ഡോക്ടർ സന്ദീപ് വിജയരാഘവൻ, അമൃത ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി മേധാവിയാണ്. ലൈപ്പോസക്ഷൻ എന്ന് വെച്ചാൽ ചെറിയ ദ്വാരത്തിൽ കൂടെ കാനുലാസ് ഉപയോഗിച്ച് കൊഴുപ്പ് വലിച്ചു കളയുന്ന പ്രക്രിയയ്ക്കാണ് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത്. ലൈപ്പോ എന്ന് വെച്ചാൽ ബേസിക്കലി ഫാറ്റാണ്, അതിനെ സക്ക് ചെയ്ത് കളയുന്നതിനാണ് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ പല ടൈപ്പ് ഓഫ് ലൈപ്പോസക്ഷൻസ് ഉണ്ട്. അത് ഒന്ന് നമ്മൾ സക്ഷൻ അസിസ്റ്റഡ്, അതായത് വെറുതെ ട്യൂബ്സും സിറിഞ്ചസും വെച്ചിട്ട് നമ്മൾക്ക് വലിച്ചെടുക്കാം. അതിനകത്ത് വേറെ വലിയ വലിയ കോംപ്ലക്സ് പരിപാടികളൊന്നുമില്ല. സക്ഷന് വേണ്ടിയിട്ട് ഒന്നുങ്ങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ സക്ക് ചെയ്യാം, അല്ലാതെ സിറിഞ്ച് വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് പ്രഷർ വെച്ചിട്ട് നമുക്ക് സക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ, അതായത് ഈ കാനുലാസ് വളരെ സ്പീഡിൽ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആൾക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് പൊസിഷനിൽ അത് ചെയ്യാം. അപ്പോൾ കൂടുതൽ നമുക്ക് ചെയ്യാം, കൂടുതൽ സ്പീഡിൽ കൊഴുപ്പ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫൈനായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു കൊത്തുപണി ചെയ്യുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫിനാസ് നമുക്ക് പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷനിൽ കിട്ടും. പിന്നെ അതിനുശേഷം വേസർ ലൈപ്പോസക്ഷൻ ഉണ്ട്. ഇതെല്ലാം എനർജി ബേസ്ഡ് ലൈപ്പോസക്ഷൻ ഡിവൈസാണ്. ഒന്നുകിൽ വേസർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അൾട്രാസോണിക് ലൈപ്പോസക്ഷൻസ് ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി ലൈപ്പോസക്ഷൻസ് ഉണ്ട്. ഇത് മൂന്നും എനർജി ബേസ്ഡ് ലൈപ്പോസക്ഷൻ ഡിവൈസാണ്. അപ്പോൾ അതിനകത്ത് എന്താ നമ്മൾ ഇനീഷ്യലി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ എനർജി ആ കൊഴുപ്പിനകത്തോട്ട് നമ്മൾ ഡെലിവർ ചെയ്യും. എനർജി ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് ആ കൊഴുപ്പിനെ നശിപ്പിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാനുലേറ്റ് ഇടുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഈ സംഗതികൾ പുറത്തോട്ട് വരും. ഇതിനൊരു പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ തൊലി ഷ്രിങ്ക് ചെയ്യാൻ അത് സഹായിക്കും. അപ്പോൾ ഭയങ്കര കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് മൊത്തമായിട്ട് നമുക്ക് തൊലി കുറച്ച് ഷ്രിങ്ക് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു 40 ഇയേഴ്സ് പ്ലസ് ആൾക്കാർക്ക് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്ത് വെച്ചാൽ പലപ്പോഴും ലൂസ് സ്കിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഡിഫറെൻറ്റ് ടെക്നീക്സ് ഓഫ് ലൈപ്പോസക്ഷൻ. ഇത് എവിടെയൊക്കെ നമുക്ക് ചെയ്യാം? നമുക്ക് എല്ലാ സ്ഥലത്തും ചെയ്യാം. മുഖത്ത് ചെയ്യാം, കൈകളിൽ ചെയ്യാം, ചെസ്റ്റിൽ ചെയ്യാം, വയറിൽ ചെയ്യാം, കാലിൽ ചെയ്യാം, എന്താ പറയുന്നത്, ലെഗ്സ്, മുട്ടിൻ്റെ താഴെ വരെ നമുക്ക് ലൈപ്പോസക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ലൈപ്പോസക്ഷൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫാറ്റ് ഇഞ്ചെക്ഷൻ. അപ്പോൾ ഈ കൊഴുപ്പ് എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് വേണമെങ്കിൽ ഇഞ്ചെക്റ്റ് നമുക്ക് ചെയ്യാം. അതിന് വേറെ ഡിഫറെൻറ്റ് ടെക്നീക്കാണ് ഉള്ളത്. ഈയിടെയായിട്ട് നമുക്ക് കുറച്ച് ബാഡ് ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണം. ഈ കോംപ്ലിക്കേഷൻസ് എന്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. എന്ത് സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാൻ വെച്ചാലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഹൗ ഫ്രീക്വൻറ്റ്, എത്രമാത്രം സാധ്യതയുണ്ട് വരാൻ വേണ്ടിയിട്ട്, ആൻഡ് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ട് ഫാറ്റ് എംബോളിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രക്രിയയാണ് ഈ ലൈപ്പോസക്ഷനിലെ സമയത്ത് വരാൻ സാധ്യതയുള്ളത്. ഫാറ്റ് എംബോളിസം എന്ന് വെച്ചാൽ രക്തക്കുഴലിനകത്ത് കൊഴുപ്പ് രക്തക്കുഴലിൽ കുറച്ച് ഡാമേജായി. അപ്പോൾ ഈ കൊഴുപ്പ് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യുമ്പോൾ ലൂസായി. ആ ലൂസ് കൊഴുപ്പ് ഈ രക്തക്കുഴലിനകത്തോട്ട് പോയിട്ട് അതുവഴി രക്തക്കുഴലിൽ പല സ്ഥലങ്ങളിലും അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് പോകാൻ സാധ്യതയുള്ള ഹാർട്ടിനകത്തോട്ട് പോകാം, പിന്നെ ലങ്സിനകത്തോട്ട് പോകാം. ഈ 2 സ്ഥലത്ത് പോയിട്ടാണ് അത് വരുന്നത്. ലങ്സിനകത്തോട്ടൊക്കെ പോയിട്ട് നമുക്ക് ശ്വാസം കിട്ടാണ്ട് നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം പഴയ കഥകളാണ്. കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് വ്യത്യാസം എന്താ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ട്യൂമിസെൻ്റ് അനസ്തീസിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്യൂമിസെൻ്റ് അനസ്തീസിയ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ലൈപ്പോസക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇതിനാണ് ട്യൂമിസെൻ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ ട്യൂമിസെൻ്റ് ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ രക്തക്കുഴലിനെയും ഷ്രിങ്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മളത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും രക്തക്കുഴൽ അതെല്ലാം ചൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ സക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കൂടെ നല്ല മഞ്ഞ കളർ ഫാറ്റായിരിക്കും, നെയ്യ് വരുന്ന മാതിരിയായിരിക്കും ഈ കൊഴുപ്പ് ഒഴുകി വരുന്നുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രക്തക്കുഴലൊന്നും ഡാമേജ് ആവുന്നില്ല. രക്തക്കുഴൽ ഡാമേജ് ആവാത്ത സമയത്ത് നമുക്ക് ഫാറ്റ് എംബോളിസം വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതാണ് നമുക്ക് ഒരു കാര്യം അറിയേണ്ടത്. പിന്നെ
രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ടെക്നീക്കാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. അത് എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് മൂവ് ചെയ്യണം, പ്രഷർ കൂടുതലില്ലാണ്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ചെറിയ സിറിഞ്ചസിൽ മാത്രമേ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ, വോളിയൂംസ് ഒരു സർട്ടൻ കൂടുതൽ വോളിയൂംസ് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടില്ല. ചില എസ്പെഷ്യലി ബട്ടക്സിലൊക്കെ എപ്പോൾ എല്ലാവരും പറയും ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് ചെയ്തു തരാമെന്ന് ചോദിക്കും. ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മിതമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, അതായത് തൊലിയും മസിലിൻ്റെ ഇടയിലത്തെ ടിഷ്യൂവിൽ മാത്രമേ അത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതും ലോ പ്രഷറിൽ വേണം നമ്മളത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പല ഡയറക്ഷനിലും ഇഞ്ചെക്റ്റ് ചെയ്യണം, പല ലെവലിലും ഇഞ്ചെക്റ്റ് ചെയ്യണം. മസിലിനകത്ത് ഒരിക്കലും ഇഞ്ചെക്റ്റ് ചെയ്യാൻ പാടില്ല. മസിലിനകത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്താണ് എപ്പോഴും ഈ ഫാറ്റ് എംബോളിസം വരുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേറൊരു ഫ്ലൂയിഡൊന്നും ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ മസിലിനകത്ത്. അപ്പോൾ രക്തക്കുഴൽ അപ്പോൾ ഓപ്പൺ ആയിരിക്കും. ആ രക്തക്കുഴലിനകത്ത് പോയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് എംബോളൈസ് ചെയ്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം. അപ്പോൾ അത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ സേഫ്റ്റി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം പ്രഷർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണം. അപ്പം അതൊക്കെ നമുക്ക് നീര് വരാൻ സാധ്യത കുറയ്ക്കും. പിന്നെ യൂഷ്വലി ഒരു 10 ദിവസമൊക്കെ ആവുന്ന സമയത്ത് നീരുണ്ടെങ്കിൽ ആ നീര് മസാജ് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ടുള്ള മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ടെക്നീക്സ് ഉണ്ട്. അതുമൊക്കെ നമുക്കത് ചെയ്യാം. എവിടെയൊക്കെ നമുക്കിത് ചെയ്യാം? മുഖത്ത് നമുക്കിത് യൂഷ്വലി പലപ്പോഴും മുഖത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഡബിൾ ചിൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, കവിളുടെ പുറത്തൊക്കെ കുറച്ച് കൊഴുപ്പുണ്ടെങ്കിൽ അതെടുക്കാൻ, കഴുത്തിൽ കുറച്ച് കൊഴുപ്പുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് മുഖത്ത് ചെയ്യുന്നത്. ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ആണുങ്ങൾക്ക് ഗൈനക്കോമാസ്റ്റി ചെയ്യുന്ന സമയത്ത് നമ്മളത് ചെയ്യാറുണ്ട്. വയറിൻ്റെ ഫ്രണ്ടിലും സൈഡിലും വയറിൻ്റെ ബാക്കിലും 360 ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ എല്ലാം ചെയ്യുന്നതിനാണ് 360 ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സംതിങ് കോൾ ഹൈ ഡെഫിനിഷൻ ലൈപ്പോസെക്ഷൻ ഉണ്ട്. ഹൈ ഡെഫിനിഷൻ ലൈപ്പോസെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാൾ ഭയങ്കര മസ്കുലർ ആളാണെന്ന് വെച്ചാൽ നമുക്കറിയാം ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ പെക്ട്രാലിസ് മേജർ മസിൽ അത് നല്ല കാണാൻ നന്നായിട്ടുണ്ടായിരിക്കും. പക്ഷേ സൈഡിലെല്ലാം കൂടുതലായിട്ട് പോകുന്നുണ്ടാകും. കുറേ ഏരിയാസ് നെഗറ്റീവ് ലൈറ്റിംഗ് ഏരിയാസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യണം. ചില ഏരിയയിൽ ലെസ് ആയിട്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ 6 പാക്സ് ചെയ്യാൻ വേണ്ടി 6 പാക്സിൻ്റെ പുറത്ത് വരുന്ന ഏരിയയിൽ കൂടുതൽ ലൈപ്പോസെക്ഷൻ ചെയ്യും. ഇതിൻ്റെ ഈ കട്ടിങ്സ് വരുന്ന സ്ഥലത്ത് കൂടുതൽ ലൈപ്പോസെക്ഷൻ ചെയ്യും. മറ്റെവിടെ കുറവ് ലൈപ്പോസെക്ഷൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ആൾ നല്ല ജിമ്മിലൊക്കെ പോയി കുറേ വർക്കൗട്ടൊക്കെ ചെയ്ത മാതിരി ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടും. അതാണ് അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന സാധനം കൈയിൻ്റെ സൈഡിൽ, യൂഷ്വലി കൈയിൻ്റെ അടിയിലൊക്കെ കൊഴുപ്പ് വന്നു വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര തടി തോന്നിക്കും. അപ്പോൾ അതിന് സ്ത്രീകൾക്കാണ് പ്രധാനമായിട്ട് നമ്മൾ അവിടെയൊക്കെ ചെയ്യുന്നത്. അവിടെ ആ സൈസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലൈപ്പോസെക്ഷൻസ് അവിടെയൊക്കെ നമുക്ക് ചെയ്യാം. തുടയുടെ അകത്ത് ചെയ്യാം, ഇന്നർ ആസ്പെക്റ്റ് ഓഫ് തൈ, ഔട്ടർ ആസ്പെക്റ്റ് ഓഫ് തൈ. ഈ സാഡിൽ ബാഗ്, ചില ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര തടിയേറ്റ് വരും, അതിന് സാഡിൽ ബാഗ് എന്ന് പറയുന്നത്, അത് നമുക്ക് ചെയ്യാം. പല ആൾക്കാർക്ക് നമ്മൾ ലൈപ്പോസെക്ഷൻ്റെ കൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഹിപ്പ് ഡിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഹിപ്പ് സ്ത്രീകൾക്ക് വരുന്ന സമയത്ത് ഹിപ്പ് ശരിക്കും ഒരു അവർ ഗ്ലാസ് ഷേപ്പിലാണ് വരുന്നത്. പക്ഷേ ഹിപ്പിൻ്റെ താഴെ ചിലപ്പോൾ ഒരു ചെറിയ കുഴി ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഫാറ്റ് ഇഞ്ചെക്റ്റ് ചെയ്യണം. അപ്പോൾ അത് അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ചില സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റ് മാതിരി നമ്മളൊരു ഇതും കൂടി അവിടെയും കൂടി ബട്ടക്സിലും കൂടി ചെറുതായിട്ട് ഫാറ്റ് ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി മിക്കവാറും ഡേ കെയർ പ്രൊസീജിയറായിട്ടായിരിക്കും ചെയ്യാറുള്ളത്. നമ്മൾ 5 ലിറ്റേഴ്സിനെക്കാട്ടും കൂടുതൽ 5 ലിറ്റേഴ്സാണ് സേഫായിട്ട് എടുക്കുക. എങ്ങനെ 5 ലിറ്റേഴ്സിനെക്കാട്ടും കൂടുതൽ എടുക്കേണ്ടി വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ ഓവർനൈറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ വെക്കേണ്ടി വരാറുണ്ട്. ആൻഡ് യൂഷ്വലി നെക്സ്റ്റ് ഡേ വേറെ കുഴപ്പങ്ങളില്ലാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ നമ്മൾ വീട്ടിലോട്ട് പറഞ്ഞു വിടും. താങ്ക് യു.